നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കാലവർഷം എത്തിയതോടെ തുടരുന്ന കനത്ത മഴയിൽ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. വെള്ളിയാങ്കല്ല് തടയണയുടെ 8 ഷട്ടറുകൾ തുറന്നു. ആകെയുള്ള 27 ഷട്ടറുകളിൽ 4 ഷട്ടറുകൾ വീതം 2 ഘട്ടമായാണ് 8 ഷട്ടറുകൾ തുറന്നത്. ഷട്ടറുകൾ തുറന്നതോടെ നീളാനദിയുടെ മഴക്കാല കാഴ്ചകൾ കാണാൻ വെള്ളിയാങ്കല്ലിൽ എത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു. തോരാതെ പെയ്യുന്ന മഴ പോലും വകവയ്ക്കാതെ രാവിലെ മുതൽ നിരവധി പേരാണ് പാലത്തിന് മുകളിൽ എത്തുന്നത്. സന്ദർശന തിരക്ക് വൈകുന്നേരം വരെ നീളും. ഷട്ടറുകൾ ഉയർത്തിയതോടെ തടയണയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വലവീശിയുള്ള മീൻപിടുത്തവും നടക്കുന്നുണ്ട്. പിടയ്ക്കുന്ന മത്സ്യങ്ങളുടെ വിപണന കേന്ദ്രവും തടയണയുടെ പരിസരമാണ്. വരും ദിവസങ്ങളിലും മഴ കനത്ത രീതിയിൽ തുടരുകയാണെങ്കിൽ തടയണയുടെ ഭൂരിഭാഗം ഷട്ടറുകളും ഉയർത്തേണ്ടതായി വരും. അതേസമയം 27 ഷട്ടറുകളും ഉയർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ തടയണയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പുഴവക്കിടിയൽ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയിൽ വല്ലപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ മതിൽ തകർന്നു വീണു. ആളപായമില്ല. റോഡിലേക്കാണ് മതിൽ വീണത്. ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിലാണ് വല്ലപ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത്. ആളപായമില്ല. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. മതിലിന് സമീപത്തെ റോഡിലേക്കാണ് ഇത് ഇടിഞ്ഞു വീണത്. ഇതോടെ ഏറെ നേരം പാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. അപ്പങ്കണ്ടത്തു നിന്നും എറവത്ര റോഡിലേക്ക് പോകുന്ന വഴിയിലേക്കാണ് ചുറ്റുമതിലിന്റെ 15 മീറ്ററോളം വരുന്ന ഭാഗം തകർന്നു വീണത്. ഈ സമയം റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. വിദ്യാർത്ഥികളടക്കം ഈ വഴി പതിവായി കടന്നു പോകാറുണ്ട്. 40 വർഷത്തോളം പഴക്കമുള്ളതാണ് ചുറ്റുമതിൽ. പല തവണകളായി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിലും ചുറ്റുമതിൽ അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. കരിങ്കൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണും കല്ലും റോഡിൽ നിന്നും നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മതിലിന്റെ ബാക്കി ഭാഗവും ഇടിയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. താഴ്ന്ന ഭാഗത്താണ് റോഡ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീഴുക. രാവിലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു. അന്ന് രാവിലെ ഒന്നായിട്ട് ഭയങ്കര സൗണ്ട് കേട്ടു. എന്താ സംഭവം എന്നറിയില്ല. എല്ലാവരും ഞാൻ നോക്കുമ്പോൾ എല്ലാമായിട്ട് പൊട്ടിക്കൊണ്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പൊ ഇത് കേടന്നിട്ടുണ്ട്. ആ തിളക്കം തന്നെ എടുക്കേണ്ടി വരും, പണിയും എടുക്കേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ പൊട്ടി പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ കുട്ടികൾ മദ്രസ വിട്ടിട്ടൊക്കെ പോണതാണ്. മതിലാണ് റെഡിയാക്കണമാണ് നല്ലത്. ഈ മതിലിന്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം വരലുണ്ട്. ആദ്യം വെള്ളം വരലുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വരവൂർ പാലയ്ക്കൽ ഭഗവതി ക്ഷേത്രക്കുളത്തിന്റെ തെക്കുഭാഗം ഇടിഞ്ഞു താണു. കരിങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച കുളത്തിന്റെ തെക്കുഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് പൂർണ്ണമായും കുളത്തിലേക്ക് ഇടിഞ്ഞത്. മഴ കനത്തതോടെ മണ്ണിലേക്ക് വെള്ളമിറങ്ങി ഭിത്തിയുടെ അടിത്തറ ഇളകിയതാണ് തകർച്ചയ്ക്ക് കാരണമായത്. വലിയ തോതിൽ കരിങ്കല്ലും മണ്ണും കുളത്തിലേക്ക് വീണിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾക്കും ഭക്തരുടെ ഉപയോഗത്തിനുമുള്ള പ്രധാന ജലാശയമാണിത്. സംരക്ഷണ ഭിത്തി തകർന്നത് കുളത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. കപ്പൂർ പഞ്ചായത്തിലെ പള്ളങ്ങാട്ട് ചിറയിൽ കനത്ത മഴയിൽ വീടിനോട് ചേർന്ന് നിർമ്മിച്ച സംരക്ഷണ മതിൽ ഇടിഞ്ഞു വീണു. പള്ളങ്ങാട്ട് ചിറ KV ഏനുവിന്റെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച മതിലാണ് തകർന്നു വീണത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത ശക്തമായ മഴയിലായിരുന്നു സംഭവം. മതിലിന്റെ 3 മീറ്ററോളം വരുന്ന ഭാഗമാണ് വീടിനരികിലേക്ക് തകർന്നു വീണത്. സ്വകാര്യ വ്യക്തി അശാസ്ത്രീയമായി മതിൽ നിർമ്മിച്ചതാണ് അപകടത്തിനിടയാക്കിയത് എന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ കപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഇതിൽ നമ്മൾ 2024 കംപ്ലൈന്റ് കൊടുത്തതാണ് പഞ്ചായത്തിൽ. അന്നേരം ഒന്ന് വന്നു നോക്കി പോയി, അത്ര ഉണ്ടാവുള്ളൂ. ഒരു നടപടി ഉണ്ടായില്ല. അപകടത്തിലെ ഇടിഞ്ഞിടിഞ്ഞ് പോയിട്ട് വീടിൻ്റെ അടുത്ത് വരെ ഞങ്ങളെ ഭാഗത്തു നിന്നൊക്കെ കെടുക്കലും ഇതൊക്കെ മാറ്റി ഓർന്നാ റൂമിന്നൊക്കെ മക്കളെ. അപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കെടുക്കാൻ പറ്റില്ല വീട്ടിൽ. 7 മിനിറ്റ് ഇത് നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ താഴ്ത്തുമ്പോഴും അവരോട് പറഞ്ഞത് അവിടെ ഒന്നും കേൾക്കാതെ ചെയ്തത്, ഒരു പെർമിഷൻ കൊടുക്കാതെ താഴ്ത്തിയിരിക്കുന്നത്. മഴക്കാലം തുടങ്ങിയതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നും റോഡിലെ വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ നടപടിയുണ്ടാകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പട്ടാമ്പി താലൂക്ക് വികസനസമിതി യോഗം ചേർന്നത്. മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. താലൂക്കിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നഗരസഭാ ചെയർമാൻ TP ഷാജി യോഗത്തിൽ അവതരിപ്പിച്ചു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള അൾക്കുചാൽ നിർമ്മാണം നടക്കാത്തത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാത്തത് മൂലം കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞിട്ടില്ല. മലിനജലം പുഴയിലേക്കും റോഡിലേക്കും ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിൽ ശക്തമായ നടപടികളാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നതെന്നും ചെയർമാൻ TP ഷാജി സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി നഗരസഭ കിഫ്ബി KRFB ഉദ്യോഗസ്ഥന്മാരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. അടിയന്തരമായി പട്ടാമ്പി നഗരത്തിലെ ഡ്രെയിനേജിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കടയിൽ നിന്നുള്ള മാലിന്യവും ഈ ഡ്രെയിനേജിലേക്ക് വരാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്താൻ സാധിക്കും. ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് എല്ലാവർക്കും അറിയാം. പല സ്ഥലങ്ങളിലും ഡ്രെയിനേജ് പൊളിച്ചിട്ട പ്രദേശങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും ഭാഗികമായി പ്രവൃത്തി നടത്തിയിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പൊ അത്തരം പ്രവൃത്തികളൊക്കെ തന്നെ അതാത് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ടൗണിലെ പ്രവർത്തികൾ ഇഴയുന്നതിനെതിരെ മുഹമ്മദ് മോസിൻ MLAയും ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്തെത്തി. റോഡ് റബ്ബറൈസ് ചെയ്താൽ മാത്രമേ പൈപ്പിടാനായി കുത്തിപ്പൊളിക്കുന്നു എന്ന ശീലം ഇവർ മാറ്റില്ലെന്നായിരുന്നു മുഹമ്മദ് മോസിന്റെ വിമർശനം. വിചാരിക്കുന്നത് ആശുപത്രി വരെ റബ്ബറൈസ് ചെയ്യണം. അത് റബ്ബറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വലിയ പൈപ്പ് ലൈൻ ഉണ്ട്. ആ പൈപ്പ് ലൈനിൽ ഈ പേപ്പർ വെച്ച് റബ്ബറൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ പൊട്ടിപ്പോകും. പിന്നെ പുതിയ പൈപ്പ് അവിടെ ഇടാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇടാതെ നമ്മൾ റോഡ് പൊളിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ റോഡ് പണിയെടുത്തിട്ട് പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ പൈപ്പ് വേഗത്തിൽ ഇടുക, അതല്ലെങ്കിൽ പിന്നീട് റോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് ഇടാൻ പാടില്ല. അപ്പൊ അതിനെന്താ ചെയ്യേണ്ട അവസ്ഥ? കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ താലൂക്കിൽ അതീവ ജാഗ്രത പാലിക്കുവാനും യോഗം നിർദ്ദേശം നൽകി. അപകട ഭീഷണി ഉയർത്തി റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുവാൻ അടിയന്തര നടപടികൾ വേണം. PW റോഡരികിലെ അഴുക്കുചാലുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനാവശ്യമായ നടപടികൾ വേണമെന്നും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. നമ്മളെ റോഡ് സൈഡിലുള്ള എല്ലാ മരങ്ങളിലും ചില്ലകൾ വെട്ടി മാറ്റേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ PWD റോഡിലുള്ള ചാലുകൾ, അത് അഴുക്കുചാലുകൾ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് എഴുത്തയച്ചിരുന്നു. ആ ചാലുകൾ നേരാക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. കത്തിന് മറുപടിയും തന്നിട്ടില്ല. കാരണം നമ്മുടെ മെയിൻ റോഡിന്റെ 2 സൈഡും പൊന്ത കെട്ടി കിടക്കുക. സ്കൂൾ കുട്ടികൾ നടന്നു വരുമ്പോൾ സൈഡിൽ കൂടെ പോയി വന്ന് ഒന്ന് മാറി നിൽക്കാൻ സ്ഥലമില്ല. ഒന്ന് ആ നടുവട്ടം മാഞ്ഞാമ്പറ റോഡിൽ കൂടെ ഒന്ന് പോയാൽ കാണാം. ഞാനെന്നെ പേടിച്ചു പോയി. ഒന്ന് മാറി നിൽക്കാനോ സൈഡ് കൊടുക്കാനോ സ്ഥലമില്ല. പണ്ട് തൊഴിലുറപ്പുകാർ വന്ന് കൊണ്ടുവരുമായിരുന്നു. ഇപ്പം അതില്ല. പൊന്താതെ മാത്രമല്ല കാട് പോലെയാണ് കിടക്കുന്നത്. ഇഴജന്തുക്കളായാലും വളരെ ഭയാനകമാണത്. അത് അടിയന്തരമായിട്ട് മെയിൻ റോഡിലെ എല്ലാ റോഡുകളിലെയും ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളിലെയും പൊന്ത വെട്ടാനുള്ള ഒരു സൗകര്യം വെട്ടി പട്ടാമ്പി നില IPT റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ മഞ്ഞളിലെ ഓവുപാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും യോഗത്തിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു. വയറിളക്കം, പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളുമായി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ആശുപത്രി സൂപ്രണ്ട് യോഗത്തിൽ അറിയിച്ചു. വിദ്യാലയങ്ങൾക്ക് മുന്നിലെ ലഹരി വിൽപ്പന, തെരുവുനായ ശല്യം, തൃത്താല മേഖലയിലെ റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡുകൾ നവീകരിക്കാത്ത വിഷയം, സെൻസസ് ഡ്യൂട്ടിക്കായി പഞ്ചായത്ത് ജീവനക്കാരെയും അധ്യാപകരെയും വ്യാപകമായി നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. അതുപോലെ തന്നെയാണ് സ്കൂൾ തുറന്ന് ഹൈസ്കൂളുകൾക്കുടെ മുമ്പിൽ എന്തായാലും വിജിലന്റ് ആയിട്ട് ഈ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പോലീസെങ്കിലും രാവിലെയും വൈകുന്നേരത്തും നിർബന്ധമാണ്. കാരണം ഈ മയക്കുമരുന്നിന്റെ വലിയ ദൂരവ്യാപകമായ ഫലമാണ് ഇപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളാണ് അത് താഴത്തേക്ക് വേരി ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കൊന്നും കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് ഹൈസ്കൂളിലെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് കൃത്യമായ നടപടി നമ്മുടെ ഭാഗത്തു നിന്ന് അതിനുള്ള നിർദ്ദേശങ്ങളും. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VJ മീല, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, മുതുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP മണി, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിരേഖ, ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക, തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷർമിള, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PP ഇന്ദിരാദേവി, ഇസ്മായിൽ വിളയൂർ, തഹസിൽദാർ T സുജിത്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.
തൃത്താല ഞാങ്ങാട്ടിരിയിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയുടെ പിറകിലിടിച്ചു. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാൽനട യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി. ഞാങ്ങാട്ടിരി സ്വദേശി ചീക്കരത്ത് വീട്ടിൽ മുഹമ്മദ് അലിക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ അമിത വേഗമാണ് അപകടത്തിനിടയാക്കിയത്. വേഗതയിലെത്തിയ ബസ് മുൻപിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന മുഹമ്മദ് അലിയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ പ്രവേശനോത്സവം ചേലക്കര MLA യുവാർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K. ദീപക് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, വരവൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, NS സജീഷ്, TY അഷ്റഫ്, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. വിജയലക്ഷ്മി സ്വാഗതവും ബഡ് സ്കൂൾ അധ്യാപിക സുനിത നന്ദിയും പറഞ്ഞു. ലൈവ്ലിഹുഡ് ലാഭവീത വിതരണം, കുട്ടികൾക്ക് ഗിഫ്റ്റ് വിതരണം, കുട നിർമ്മാണ ഉദ്ഘാടനം തുടങ്ങിയവയും ചടങ്ങിൽ നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യ ശേഖരണത്തിന് പുതിയ വാഹനം. നഗരസഭാ ചെയർമാൻ TP ഷാജി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയുടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ടാണ് പുതിയ മാലിന്യ ശേഖരണ വാഹനം നിരത്തിലിറങ്ങിയത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ വാഹനം നഗരസഭ ലഭ്യമാക്കിയത്. നഗരസഭാ ചെയർമാൻ TP ഷാജി, നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമൽ S എന്നിവർ ചേർന്ന് വാഹനത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. തുടർന്ന് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർമാൻ TP ഷാജി നിർവഹിച്ചു. നഗരസഭയെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണിതെന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയെ നഗരസഭാ ചെയർമാൻ TP ഷാജി സൂചിപ്പിച്ചു. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മാലിന്യ സംസ്കരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു ആവശ്യമാണ് എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഒട്ടനവധി പദ്ധതികൾക്ക് പട്ടാമ്പി നഗരസഭ രൂപം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വീടുകളിൽ നിന്നും മാലിന്യ ശേഖരണം നടത്തുകയും പട്ടാമ്പി നഗരം വളരെ വൃത്തിയായി സൂക്ഷിക്കുകയും വലിച്ചെറിയൽ മുക്ത മാലിന്യമുക്ത പട്ടാമ്പി എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനത്തിന് കൂടുതൽ ശക്തി പകരാൻ ഒരു പുതിയ വാഹനം കൂടി പട്ടാമ്പി നഗരസഭ ഇന്ന് നിരത്തിലിറക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ വീടുകളിലും, എല്ലാ സ്ഥാപനങ്ങളിലും വളരെ കൃത്യമായി എത്തി മാലിന്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇനിയും അടുത്തൊരു ഘട്ടം എന്ന നിലയിൽ പട്ടാമ്പി നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഓരോ വാഹനങ്ങൾ എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് പട്ടാമ്പി നഗരസഭ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ അധ്യക്ഷയായിരുന്നു. മറ്റു നഗരസഭ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ചാലിശ്ശേരി ശ്രീമുലയംപറമ്പ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര മൈതാനത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ MN ബിജോയ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മുലയംപറമ്പ് ക്ഷേത്ര സംരക്ഷണ സമിതി മുഖ്യ രക്ഷാധികാരി പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം സജീഷ് കളത്തിൽ, സംഗീത സംവിധായകൻ ഉണ്ണി നമ്പ്യാർ, വേങ്ങാട്ടൂർ മന വാസുദേവൻ നമ്പൂതിരി, കോതരമന നാരായണൻ നമ്പൂതിരി, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരായ രവി എറവക്കാട്, സതീശൻ ഒറ്റപ്പിലാവ്, വരുൺ പ്രസാദ് എന്നിവരും പങ്കെടുത്തു. നട്ടുപിടിപ്പിച്ച തൈകളുടെ തുടർന്നുള്ള പരിപാലനം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉറപ്പുവരുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തളി മഹല്ല ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഖബർസ്ഥാനിൽ ബലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചു. വരവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്രാങ്കോ ജെയിംസ്, മഹല്ല് ഖത്തീബ് ഹാഫിസ് ഫാസിൽ ഹുദവി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് VU അബ്ദുൾ നാസർ, ജനറൽ സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ TM നാസർ, കമ്മിറ്റി അംഗങ്ങളായ VV അഹമ്മദ്, KU ഉമ്മർ, TM അയൂബ്, ഹിദായ ഇംഗ്ലീഷ് സ്കൂൾ പ്രധാന അധ്യാപിക B റഹ്മത്ത്, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. RATF ഷൊർണൂർ ഉപജില്ലാ കുടുംബ സംഗമം വല്ലപ്പുഴയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അൻവർ സാദത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു. RATFന്റെ ഷൊർണൂർ ഉപജില്ലാതല കുടുംബ സംഗമമാണ് വല്ലപ്പുഴയിൽ വെച്ച് നടത്തിയത്. ഉപജില്ലാ പ്രസിഡന്റ് T അബ്ദുവിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അൻവർ സാദത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു.
എന്തുകൊണ്ടാണ് ഈ അധ്യാപകർക്ക് പ്രായമാകാത്തത് എന്ന് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. റിട്ടയർഡ് ചെയ്ത് വർഷങ്ങൾ കഴിയുമ്പോഴും അധ്യാപകരായി തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത്, ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഐദുറസ് മാഷ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എല്ലാവരും വളരെ ആവേശത്തോടുകൂടെ ഈ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്. ഇതൊരു വിസ്മയമാണ്. അല്ലാഹു ഈ വിസ്മയം എല്ലാ കാലത്തും നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ അധ്യാപകർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു സദസ്സിൽ വെച്ച് ബഹുമാനിക്കപ്പെടുന്നിടത്തല്ല. നമ്മളൊക്കെ, ഞാൻ കഴിഞ്ഞ തവണ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായി, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഓഫീസിലൊക്കെ കയറി ചെയ്യുമ്പോൾ സർ എന്നൊക്കെ വിളിക്കും. അതൊക്കെ ഒരു വിളിയാണ്. ചിലപ്പോഴും നമ്മളൊക്കെ സംസാരിച്ചു പോകുമ്പോൾ അക്ഷരം മാറ്റാൻ കഴിയാത്തത് കൊണ്ട് ഉള്ള ഒരു വിളിയാണ് സർ എന്ന. മുഹമ്മദ് നാസർ ഉമ്മരി, CS ഐദ്രോസ്, KH അബ്ദുൽ നാസർ, ബുഷറുദ്ദീൻ, അബ്ദുൽ സമദ്, മുഹമ്മദ് അബ്ദുൽ അസീസ്, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ്, MM മൊയ്തീൻകുട്ടി, ഷഫ്ന ഷിഹാബ്, K മോയിൻകുട്ടി, CH ഹംസ, അമീൻ, മൊയ്തീൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മധുരിക്കും കുടുംബം എന്ന വിഷയത്തിൽ ഡോക്ടർ ജൗഹർ മുൻവർ മോട്ടിവേഷൻ ക്ലാസ് നടത്തി. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പക്ഷെ വിഷയത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. മധുരിക്കുമായിരുന്നു കുടുംബം എന്നതാണ് ശരി. ഇപ്പം മധുരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തണം. മധുരിക്കുമായിരുന്നു കുറച്ച് മുമ്പൊക്കെ കുടുംബം. ഇപ്പോൾ എല്ലാ സാധനവും അങ്ങനെയാണ്. നല്ല മധുരമുള്ള മാങ്ങ കിട്ടാനില്ലല്ലോ. അതുപോലെ തന്നെയാണ് കുടുംബവും അങ്ങനെയാണ്. അറബിക് അധ്യാപകർ റിട്ടയർഡായിട്ട് ഈ പരിപാടിക്ക് വന്നിറങ്ങുമ്പോൾ അവരുടെ കൂടെ വന്നിറങ്ങുന്ന പേരക്കുട്ടികളും കൊച്ചുമക്കളുടെയും ഒക്കെ കോലം കാണുമ്പോൾ ഈ അറബിക്ക് നമ്മളൊക്കെ പഠിപ്പിച്ചിരുന്നോ എന്ന് എനിക്കൊരു സംശയം. കൈ പൊക്കിയാൽ പള്ള കാണുന്ന ഡ്രസ്സിട്ട പെൺകുട്ടികൾ ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണക്കനി നിറപ്പൊലിമയുടെ ഭാഗമായി അയൽക്കൂട്ടംഗങ്ങൾക്കുള്ള JLG അംഗങ്ങൾക്കുമുള്ള തൈ വിതരണം, ക്ഷീരദിനത്തിന്റെ ഭാഗമായുള്ള പോസ്റ്റർ പ്രകാശനം, വിവിധ മേഖലകളിലെ വ്യക്തികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. CDS ചെയർപേഴ്സൺ ഗീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക് മുഖ്യാതിഥിയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NS സജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ്, വാർഡ് മെമ്പർമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ, CDS മെമ്പർമാർ, അക്കൗണ്ടന്റ് ശാന്തിനി P, ബ്ലോക്ക് കോർഡിനേറ്റർ ഗ്രീഷ്മ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.